سديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا الله الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم أوتيت علم الأولين والآخرين وأوتيت خزائن السماوات والأرض فوضعت في يدي صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فرض الجيش بالمدد إني وإن سامني ضيم يربعني أقول يا سيد السادات يا سندي يا صاحب الوقت جبهتي تحت نعالكم أعظ بكم نيابة عنكم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങൾ, സഹോദരികളെ, ഞാൻ ഒരു സുദീർഘ വഅദ് പറയുന്നില്ല. സൂറത്തുൽ കഹ്ഫ് ആസ്പദമാക്കി ഇവിടെ നടന്ന ഈ പരിപാടിയുടെ സമാപന ദിവസം ഞാനും ഇതിൽ പങ്കുകൊള്ളുന്നു. അല്ലാഹു ആ അസ്ഹാബുൽ കഹ്ഫിന്റെ മഹത്വം കൊണ്ട്, അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും ഹിദായത്തും ഏറ്റിത്തരുമാറാകട്ടെ. അടുത്ത ഒരു മാസമായി, ഏകദേശം ഒരു മാസമായി ഞാനും പേരോടും എല്ലാം
അമ്മാനിൽ ഉർദുൻ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ അമ്മാനിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് വന്നതാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ലക്ഷ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഞാനത് ആവർത്തിക്കുന്നില്ല. പരിശുദ്ധ ഈമാനും തൗഹീദും സംരക്ഷിക്കുന്നതിനു വേണ്ടി ശത്രുവിനെ ഭയന്ന് ഗുഹയിൽ അഭയം നേടിയ ആ മഹത്തുക്കളുടെ ചരിത്രമാണ് അതിൽ പറഞ്ഞു നിങ്ങൾ കേട്ടത്. പരിശുദ്ധ ഖുർആനിൽ അവരുടെ ചരിത്രം പറയണമെങ്കിൽ അവരെത്രമാത്രം ഈമാനിന്റെ കട്ടിയുള്ളവരാണ്, ശക്തിയുള്ളവരാണ് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അത്രയുമധികം ഈമാനികമായി ശക്തിയും കട്ടിയും പഠിപ്പിച്ചത് നമ്മൾ ആ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്ന്, ആ ചരിത്രത്തിൽ അവർ സഹിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പഠിച്ചുകൊണ്ട് ആ മാർഗത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് എന്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും നാം അത് സ്വീകരിക്കണം എന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ നാടുകളിലേക്ക് കണ്ണുപിടിച്ചു നോക്കിയാൽ പണ്ഡിതന്മാർക്ക് സ്ഥാനമില്ലാതെ ആകുന്ന വിധത്തിൽ ലോകം മുന്നോട്ട് നീങ്ങുകയാണ്. എന്താണ് പണ്ഡിതന്മാർക്ക് സ്ഥാനമില്ലാതെയാകുന്നത്? പഴയ കാലത്ത് ആലിമീങ്ങൾ വഅദ് പറയും. നാദാപുരത്ത് ജുമുഅത്ത് പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ഉസ്താദുമാർ ദീനിന്റെ ഫത്വ നൽകും. അവരെല്ലാവരും സൂക്ഷ്മതയുള്ളവരും വളരെ വറഅ് ഉള്ളവരും ആയിരുന്നു. 40 ദിവസം തുടർച്ചയായി വഅദ് പറഞ്ഞിരുന്ന പണ്ഡിതന്മാർ ഈ ഭാഗത്ത് ഉണ്ട്. അവരെല്ലാം ആ പറയുന്നത് സ്വീകരിക്കുകയും മറ്റ് ആളുകളെ തരം താഴ്ത്താൻ പോവാതെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറി ചീത്ത പറയുന്നവരെയും തെറി പറയുന്നവരെയും ആക്ഷേപിക്കുന്നവരെയും കാണുമ്പോൾ കേൾക്കുമ്പോൾ സാധാരണക്കാർ വിശിഷ്യ വളർന്നു വരുന്ന ചെറിയ തലമുറ നമ്മൾ എന്തിനാണ് പണ്ഡിതന്മാരെ പിന്നാലെ പോകുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത്തരം അപശബ്ദങ്ങളും കുപ്രചരണങ്ങളും ഒന്നും കേൾക്കാതെ അവറ്റയോടെ തള്ളിക്കളയുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ വഅക്റഹു അൻ അകൂന ലഹു മുജീബാ. സഫീഹായ മനുഷ്യൻ, വിഡ്ഢിയായ വിവരമില്ലാത്ത മനുഷ്യൻ, യുഖാതിബുനി എന്നെ അഭിസംബോധനം ചെയ്യും, ബികുല്ലി ഖുബ്ഹിൻ എല്ലാ ചീത്തയും അവൻ പറയും, ഒറ്റ ഒന്നും ബാക്കി വെക്കാതെ
എന്നെ ചീത്ത പറയും. പക്ഷേ വഅക്റഹു അൻ അകൂന ലഹു മുജീബാ, ഞാൻ അവന് മറുപടി പറയുന്നതിനെ വെറുക്കുന്നു, ഞാൻ മറുപടി പറയില്ല. യസീദു സഫാഹത്തൻ വഅസീദു ഹിൽമൻ കഊദിൻ യസീദുഹുൽ ഇഹ്റാഖു ത്വയ്ബ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിഡ്ഢികളായ ജനങ്ങൾ, വിവരമില്ലാത്ത ജനങ്ങൾ എന്നെങ്ങനെ ചീത്ത പറയുമ്പോൾ യസീദു സഫാഹത്തൻ, അവന്റെ വിഡ്ഢിത്തവും അവന്റെ വിവരക്കേടും അവന്റെ നഷ്ടവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വഅസീദു, ഞാനാവട്ടെ ഏറുന്നു ഹിൽമൻ, സഹിഷ്ണുതയും സമാധാനവും ക്ഷമയും. അതിനാൽ അതാണ് ഞാൻ ഏറ്റുന്നത്, എനിക്ക് ഗുണം ഏറുന്നു. കഊദിൻ, ഊത് പോലെ മനുഷ്യന്മാര് പകപ്പിക്കുന്ന മണപ്പിക്കുന്ന ഊത് എന്നൊരു സാധനമുണ്ട്. ആ ഊത് അതിൽ തീയിട്ട് അതിനെങ്ങനെ കത്തിക്കും തോറും അതിൽ തീബ് സുഗന്ധവാസനയാണ് വരിക. അതുപോലെ എന്നെ ആക്ഷേപിക്കുകയും എന്നെ തെറി പറയുകയും എല്ലാ കുറ്റങ്ങളും പറയുകയും ചെയ്യുന്ന ആ മനുഷ്യനെ ഞാനൊരു ഭാഗത്തേക്ക് ഒഴിച്ചു വിട്ടുകൊണ്ട് ഞാൻ എന്റെ ജോലിയായി മുന്നോട്ട് നീങ്ങുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തുടർന്നുകൊണ്ട് കുറെ പദ്യങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ പദ്ധതി ഉലമാഇന് സ്ഥാനം ഇവിടെ നിലനിൽക്കണം, മുതഅല്ലിമീങ്ങൾക്ക് സ്ഥാനം നിലനിൽക്കണം. നിങ്ങളെല്ലാം ഇത്രയും തടിച്ചുകൂടിയത് പേരോട് പെട്ടി ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നത്, അതുപോലെ കാന്റീൻ ചോദിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നാസിർ സാഹിബ് നാദാപുരത്തുകാരനാണ്, കോഴിക്കോട്ട് താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഷാർ മുബാറക് മസ്ജിദിന്റെ മെമ്പർ അദ്ദേഹമാണ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 10 ലക്ഷം ഉറുപ്പിക ഞങ്ങൾക്ക് അഡ്വാൻസായി തന്നിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കാന്റീനും വാഗ്ദത്തം ചെയ്തു. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തു തരാന്ന് പറഞ്ഞു, ഏറ്റു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. കച്ചവടങ്ങളിലും കൃഷികളിലും തൊഴിലുകളിലും ബർക്കത്ത് ചെയ്യട്ടെ. മരിച്ചുപോയവർക്ക് ഖബറിനെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ ആളുകൾ ഈ മിമ്പറും കാന്റീനും പെട്ടിയും അരിയും സാദരവും ഇതെല്ലാം നിങ്ങൾ തരുന്നത്, തരാൻ വേണ്ടി ഇങ്ങോട്ട് തിക്കും തിരക്കും കൂടി വരുന്നത്, ഇവിടെ ആലിമീങ്ങൾ പറയുന്നത് സത്യമാണ്. മുതഅല്ലിമീങ്ങൾ ഇവിടെ വേണം, ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും വളർന്നു വരണം എന്ന ഉദ്ദേശത്തിലല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ഇതില്ലാതെയാക്കാനാണ് ഒരു വിഭാഗം ആളുകൾ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ച് നമ്മുടെ ഈമാൻ സംരക്ഷിക്കുവാൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, നിങ്ങൾക്കറിയാം, ഇവിടെ ഒരുപാട് മതങ്ങൾ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരും ബുദ്ധനും ജൈനനും അങ്ങനെ തുടങ്ങി നിരവധി മതക്കാർ ഉണ്ട്. മതത്തിൽ വിശ്വസിക്കുന്നവർ, ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ധാരാളം ഇവിടെയുണ്ട്. എന്നാൽ ഇവരെല്ലാവരും ഇടകലർന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. നമ്മുടെ വീടുകളുടെ പരിസരത്ത് അങ്ങനെയുള്ള മതക്കാരുടെ വീടുകൾ ഉണ്ട്. ഞങ്ങളെപ്പോഴും പറയാറുള്ളത്,
ഞങ്ങൾ ആരെയും ആക്രമിക്കുകയില്ല, ആക്രമിക്കാൻ പോകരുത്. ഒരു മതത്തെയും പുച്ഛിച്ച് ഞങ്ങൾ തള്ളുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹുവിന്റെ മതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീൻ, അവന്റെ മതം, അത് അൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഞങ്ങളെല്ലാവരും വിശ്വസിച്ച് ആ മതം സ്വീകരിക്കുന്നു. അതേസമയത്ത് അത് സ്വീകരിക്കാത്തവരെ അടിച്ചമർത്താനോ ഏട്ടിയോടിക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും അതിന് കൽപ്പിച്ചിട്ടില്ല. നാം അതിന്റെ ആളുകളും അല്ല എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു. അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ആളുടെ തലയിൽ വീഴുമ്പോൾ അത് ഇവിടുത്തെ തലക്കെട്ടുകാർ, ഇവിടുത്തെ നിസ്കാരത്തയമ്പുകാർ, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ആണ്, അവരുടെ കൂടിയാലോചനയാണ് ധരിച്ചു പോകണ്ട. ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളെ മതത്തിലില്ല, ഉണ്ടാവുകയും ഇല്ല. ജനങ്ങളെ ഞങ്ങൾ അതിന് അനുവദിക്കുകയും ഇല്ല. ആരെങ്കിലും വ്യക്തികൾ ചെയ്താൽ ആ ചെയ്ത വ്യക്തിയുടെ സ്വന്തം വിവരക്കേട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അതിനാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കഴിഞ്ഞ കാലത്തുള്ള മതമൈത്രിയും മത സഹിഷ്ണുതയും നിലനിൽക്കണം എന്ന് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാൻ ആഗ്രഹിക്കുന്നു. അത് മുസ്ലിംകളായാലും അല്ലാത്തവരായാലും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് ആ ഒരു പഴയ മതമൈത്രിയും മതസൗഹാർദ്ദവും ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. അതിന് ഭംഗം വരുത്തുന്ന പ്രവൃത്തി ആരും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ മതം നമ്മൾ സ്വീകരിച്ചു എന്നല്ല അർത്ഥം. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അള്ളാഹുവിന്റെ മതം ഇസ്ലാം, ആ മതം ആണ് നമ്മളെ കൽബിലുള്ളത്, അതാണ് നമ്മൾ വിശ്വസിച്ചത്. നമ്മുടെ കൽബിൽ രൂഢമൂലമായത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അത് ഈ ഭൗതിക ലോകം ഒന്നായി നമ്മുടെ കയ്യിൽ തന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുകയില്ല, നാം അംഗീകരിക്കുകയില്ല. നമ്മളെ ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ടാലും നമ്മുടെ ഈ വിശ്വാസത്തിൽ നിന്ന് നാം മാറുകയില്ല. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ وذلك في ذات الله وإن يشاء يبارك على أوصال شلب ممزع. വലിയ നീണ്ട ചരിത്രമാണ്, ഞാനതിലേക്ക് കടക്കുന്നില്ല. ശത്രുക്കൾ പിടിച്ച് അവസാനം തൂക്കുമരത്തിലേറ്റിക്കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ വരിഞ്ഞുകെട്ടി പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എന്നെ നിങ്ങൾ പിടിച്ചു വലിക്കണ്ട, ഞാൻ അങ്ങോട്ട് നടന്നോളാം. വലത്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ, ഞാൻ മുസ്ലിമായി കൊല്ലപ്പെടുമ്പോൾ എനിക്കതൊരു പ്രശ്നമല്ല. എന്നെ ഇഞ്ചിഞ്ചായി മുറിച്ച് കഷ്ടമാക്കപ്പെട്ടാലും, എന്നെ തീക്കുണ്ടാലത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും, എന്നെ രണ്ടാമത് ഹയാത്ത് തന്ന് സുഖക്കടാൻ കഴിവുള്ള അല്ലാഹുവിന്റെ ദീനിലാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നവും ആക്കണ്ട എന്ന് പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ ഇറങ്ങുന്നു. ومن الناس من يشري نفسه ابتغاء
മർളാത്തില്ലാഹി വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വമിനന്നാസി മനുഷ്യരിലുണ്ട് മൻചിലർ യശ്രീ നഫ്സഹു അവന്റെ ശരീരത്തെ അവൻ വീൽക്കുന്നതാണ് ഇബ്തിഗാ മർളാത്തില്ലാഹി അല്ലാഹുവിന്റെ പൊരുത്തത്തെ തേടിക്കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ ശരീരത്തെ അവൻ വിൽക്കുന്നു. അല്ലാഹുവിന്റെ പൊരുത്തമാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ പെട്ടി സംഭാവന ചെയ്താലും, നിങ്ങൾ അരി സംഭാവന ചെയ്താലും, കാശ് സംഭാവന ചെയ്താലും, എന്ത് തന്നെ ചെയ്താലും ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തെയാണ് കരുതേണ്ടത്. ഉണ്ടില്ലേ? മൻ സ്വാമ റമളാനിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഈമാനൻ ശരിക്ക് വിശ്വസിച്ചുകൊണ്ട് വഹ്തിസാബൻ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിക്കൊണ്ട് നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ ദോഷത്തിൽ നിന്ന് കഴിഞ്ഞത് പൊറുക്കപ്പെടും എന്ന്. അങ്ങനെ എല്ലാ തരത്തും ഇഹ്തിസാബൻ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ്യാ. കണ്ടില്ലേ? മനുഷ്യനോട് അല്ലാഹുവിന്റെ മലായികത്ത് പറയുന്നത് എന്താണ്? ഓ മുത്മഇന്നത്തായ നഫ്സ്, നല്ല വിശ്വാസമുള്ള, ആത്മവിശ്വാസമുള്ള, ഉറപ്പായ വിശ്വാസമുള്ള മുഅ്മിനായ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവായ അല്ലാഹുവിലേക്ക് മടങ്ങുക. റാളിയത്തൻ അല്ലാഹുവിനെ പൂർണ്ണമായി പൊരുത്തപ്പെട്ടുകൊണ്ട്, മർളിയത്തൻ അല്ലാഹു തആല ഇങ്ങോട്ടും പൊരുത്തപ്പെടുന്ന നിലക്ക് നീ മടങ്ങുക എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദാലിക ഫീ ദാത്തില്ലാഹി അല്ലാഹുവിന്റെ ദാത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ മരിച്ചാൽ എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ഇവിടെ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. അതാണ് നമ്മുടെ ഈമാൻ, അതാണ് നമ്മുടെ വിശ്വാസം. അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ മതമൈത്രിയും മതസൗഹാർദ്ദവും എല്ലാം ഇവിടെ നിലനിർത്തണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായി നിങ്ങളോട് എന്റെ ഈ ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ളത്, ബിദ്അത്തിന്റെ ആളുകൾ ഇവിടെ പല കോലത്തിലും വരും. ബിദ്അത്തിന്റെ ആളുകൾ പല കോലത്തിലും വരും. പണ്ട് എന്റെ ചെറുപ്പത്തില്, വളരെ ചെറുപ്പത്തില്, ഇവിടുത്തെ മുജാഹിദിന്റെ ഒരു മൗലവി ഉണ്ടായിരുന്നു, കൂട്ടായി അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന ഒരാള്. ഇയാള് സ്റ്റേജിന്മേൽ കയറി നിന്നിട്ട് ഇങ്ങനെ ചവിട്ടല്, എവിടെയാണ് മൊയ്തീൻ ഷെയ്ഖ്, ഞാനൊന്ന് കാണട്ടെ, ഞാൻ മൊയ്തീന്റെ നെഞ്ഞത്താണ് ചവിട്ടുന്നത്, ഞാൻ അഹമ്മദിന്റെ നെഞ്ഞത്താണ് ചവിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖിനെയും അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെയും നെഞ്ഞത്ത് ചവിട്ടുന്ന ആ ഒരു പ്രസംഗം ആയിരുന്നു ആ മൗലവിയുടെ പ്രസംഗം. അങ്ങനെ കോഴിക്കോട്ട് വെച്ച് അവർ ഒരു അവലോകനം നടത്തി, മുജാഹിദുകൾ അവലോകനം നടത്തി. കിണാശ്ശേരിയിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നടന്നിട്ട് ഒരൊറ്റ കുട്ടിയെ നമുക്ക് കിട്ടിയില്ലല്ലോ, എന്താ കാരണം എന്ന് അവലോകനം നടത്തിയിട്ട് അവര് പറഞ്ഞു, ഇനി മേലിൽ നമ്മൾ അങ്ങനെ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും ഒന്ന് കുറ്റം പറയണ്ട, അത് ഈ ജനങ്ങളെ ഹൃദയത്തിൽ ഉറച്ചു പോയതാ. അപ്പൊ അതിന് നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞാൽ നമുക്ക് അണ കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്ന് അറിയോ, ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അതും ഇതുമൊക്കെ വെച്ച് കെട്ടിണ്ടാക്കാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ജനങ്ങളെ ഒന്ന് പറഞ്ഞു നോക്കുക, എന്നാ നമുക്ക് ആളെ കിട്ടൂന്ന് അവര് തീരുമാനിച്ചതാ. അതുമുതൽക്ക് പിന്നെ ഈ ആക്ഷേപം
അവർ പറയാറില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടോ? വളരെ ചുരുക്കം ആളുകൾ, വളരെ ചുരുക്കം ആളുകൾ ആ പ്രസ്ഥാനത്തിലേക്ക് പോയി. എന്തുകൊണ്ട്? ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ വളരെ ശക്തമായി തല്ലു നിന്നതുകൊണ്ട്. വളരെ ശക്തമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉറപ്പിച്ചു പറഞ്ഞു. മറ്റ് ചില ശാഖാപരമായ സംഘടനാപരമായ തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അതുള്ളതോടുകൂടെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ഇവിടുത്തെ ഉലമാക്കൾ പറഞ്ഞപ്പോൾ ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനത്തിന് വളരാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴാണ് 1943 പുതിയ മറ്റൊരു സംഘടന കൊണ്ടുവന്നത്, ജമാഅത്തെ ഇസ്ലാമി. കാരണം മുജാഹിദ് കുറച്ച് കടുപ്പാണ്, കുറച്ച് കടുപ്പങ്ങനെ പച്ചല് അവൻ കാഫറ്, മറ്റോൻ കാഫറ്, മറ്റോൻ കാഫറ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മുശ്രിക്കും കാഫറും ആക്കും. നമ്മൾ അങ്ങനെ ആക്കിയിട്ടാണ് ആളെ കിട്ടാത്തത്. അതുകൊണ്ട് നമ്മൾ അതൊന്നും വേണ്ട, നമുക്കിവിടെ നല്ലൊരു ഭരണം വേണം, ഇസ്ലാമിക് റിപ്പബ്ലിക് വേണം എന്ന രീതിയിൽ നമുക്ക് സംസാരിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. പക്ഷേ ആ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ തകർക്കൽ തന്നെ. അത് അവരുടെ റൂദാദെ ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകം, അതുപോലെ തജ്ദീദെ വ ഇഹ്യാഉദ്ദീൻ എന്ന് പറയുന്ന പുസ്തകം, ഇങ്ങനെ ഉറുദുവിലുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തെ നോക്കിയാൽ കാണാം, जाहिलियत खालिसा के बाद दूसरी किस्म की जाहिलियत, उसमें इंसान कदीम जमाने से आज तक मुब्तला होता रहा है എന്നിങ്ങനെ തുടങ്ങിയിട്ട് ജാഹിലിയ കാലം, അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ആ ജാഹിലിയത്ത് അന്നുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ മുസ്ലിംകൾ എന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താണ്? മരിച്ച വീട്ടിൽ ഫാത്തിഹ ഓതല്, മരിച്ചവർക്ക് വേണ്ടി ഫാത്തിഹ ഓതൽ, മരിച്ചവരെ സിയാറത്ത് ചെയ്യൽ, അതുപോലെ മരിച്ച വീട്ടിൽ കണ്ണോക്കിന് പോകൽ, മൗലിദ് പാരായണം നടത്തൽ, റബീഉൽ അവ്വൽ മൗലിദ് ഓതൽ, ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ എണ്ണിക്കൊണ്ട് മൗദൂദി സാഹിബ് പറഞ്ഞു, ഇതെല്ലാം മുശ്രിക്കുകളുടെ ജാഹിലിയ്യാക്കളുടെ പ്രവർത്തനങ്ങളാകുന്നു. അതെല്ലാം ചെയ്യുന്നവൻ മുശ്രിക്കായി പോകും. ഇവർ ദൈവമാണെന്ന് തന്നെയാണ് ഈ വസ്തുക്കളെയൊക്കെ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാർക്കും ഇതൊന്നും അറിയില്ല. ഉസ്താദുമാർ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അതിന് ഗണ്ണിക്കാൻ പോകുന്നു ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ രഹസ്യങ്ങളൊന്നും ഇവർക്കറിയില്ല. കാരണം അവരുടെ പരസ്യമായി പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്, ഇസ്ലാമിക ഭരണം. ഞങ്ങളതിനെയും എതിർത്തു. നമ്മുടെ ഉലമാക്കൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണം വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, അത് പാടില്ല എന്ന് തന്നെ ഉലമാക്കൾ വളരെ ശക്തമായി പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് എന്തിനാ ഇസ്ലാമിക ഭരണം? അതെങ്ങനെയാ ഇസ്ലാമിക ഭരണം വരുന്നത്? ഈ രാജ്യത്ത് വേറെ മതക്കാരില്ലേ? അപ്പോൾ ഇസ്ലാമിക റിപ്പബ്ലിക് വേണം, ഇസ്ലാമിക രാജ്യം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്തണമെന്നും ആ സിവിൽ കോഡ്
മുസ്ലിം സമുദായം മാത്രമായിരിക്കണമെന്നും അർത്ഥം വരുമല്ലോ. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ അഖില കേരള ജമിയത്തുൽ ഉലമയും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും അങ്ങനെ സുന്നിയായി ഇവിടെ ഏത് സംഘടനകൾ വന്നോ ആ സംഘടനകൾ മുഴുവനും പറഞ്ഞു ഇവിടെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് ശരിയല്ല, അതിവിടെ കുഴപ്പമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. അങ്ങനെ ആലിമീങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ പ്രവർത്തിച്ചതുകൊണ്ട് അവർക്കും യഥാർത്ഥത്തിൽ വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് എഴുതി നോക്കും, കുറെ എഴുതി നോക്കും. ഇന്നലെ ഒരു തരും എഴുതിയിട്ട് കണ്ടു, ഏതോ ഒരു സ്ത്രീയുടെ ലേഖനം എടുത്തുകൊണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം ഇല്ല, ഉണ്ട് എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലെയെന്ന്. പക്ഷെ ഒരു കാര്യം, ആ ലേഖനത്തിൽ എനിക്ക് ഒരു സന്തോഷമുണ്ടായത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പണ്ട് പറഞ്ഞ അവിടെ തന്നെ ഉറച്ചു നിൽക്കണം ഇപ്പോഴും പെണ്ണുങ്ങളെ കാര്യത്തിൽ എന്ന് പറഞ്ഞു. അതവരെഴുതി. നമ്മൾ ഉറച്ചു നിൽക്കണ്, നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ലേ? ആണും പെണ്ണും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾ സമ്മതിക്കൂല, ആണുങ്ങളല്ല ഇവിടുത്തെ പെണ്ണുങ്ങൾ സമ്മതിക്കൂല. അത് അവരിവിടെ നല്ല സുഖമായി പർദ്ദയും ധരിച്ച് വീട്ടിൽ മക്കളെയും നോക്കി ബാക്കിയുള്ള സമയം മുഴുവനും ഇബാദത്ത് ചെയ്ത് നിൽക്കുന്നു. ചിലപ്പോ പുരുഷന്മാരെക്കാണ് എത്രയോ പ്രതിഫലം പെണ്ണുങ്ങൾ സമ്പാദിക്കുന്നുണ്ടാവും അല്ലേ? ഒരു ദിവസം എത്ര പ്രാവശ്യം കുളിക്കണം ഒരു കുട്ടിനെ പോറ്റുന്ന ഉമ്മ അല്ലേ? ആ കുട്ടി മൂത്രിച്ചും കാഷ്ടിച്ചും ശരീരം മുഴുവനും കേടുവരുത്തി അങ്ങനെ അത് കഴുകി കുറച്ചു കഴിഞ്ഞ് നിക്കരിക്കുമ്പോൾ പിന്നെയും 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 അങ്ങനെ 10 പ്രാവശ്യം ശരീരമൊട്ടാകെ കഴുകി കുളിച്ച് എന്നിട്ട് കുട്ടികളെ കരച്ചിലുമാക്കി അതിൻ്റെ ഇടയിൽ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഇടയിൽ നിക്കരിക്കുകയും ചെയ്യുന്ന ഈ സ്ത്രീകൾക്ക് നമ്മളെക്കാളൊക്കെ ഒരുപാട് കൂലിയം കിട്ടും. ആ സ്ത്രീകൾ അവരുടെ ചിട്ടയിൽ ചുറ്റി നിന്നുകൊണ്ടാണ് നിങ്ങൾ ജമാഅത്തിനൊന്നും പോകണ്ട, നിങ്ങൾ പള്ളിയിലേക്ക് പോകണ്ട, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചോളൂ, എന്നാൽ നിങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന 10 ലക്ഷത്തെക്കാളും അധികം പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് വെറുതെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെയാണ്. അവര് മസ്ജിദുൽ ഹറാമിൽ തന്നെ ആയാലും അവിടെ ജമാഅത്തിന് പോകണ്ട, അവർക്ക് ജുമാ നിർബന്ധമില്ല, അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കട്ടെ. അങ്ങനെ നിസ്കരിച്ചാൽ അവർക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ ജമാഅത്ത് നടത്തുന്നതിനേക്കാൾ എന്നല്ല മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും നിസ്കരിക്കുന്നതിനേക്കാൾ അവർക്ക് കൂലി കിട്ടും. ബഹുമാനപ്പെട്ട സഹാബിയാക്കൾ ഒരു സ്ത്രീ വന്ന്, സ്ത്രീയുടെ കൂടെ വേറെയും സ്ത്രീകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ഞാൻ മദീനത്തെ പള്ളിയിൽ പുരുഷന്മാരെ കൂടെ ജമാഅത്തിന് വരാൻ ഉദ്ദേശിക്കുന്നു, ഒന്ന് സമ്മതം തരുമോ? ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കാറുള്ളത്, ഞങ്ങൾക്കൊന്ന് സമ്മതം തരുമോ? ഇതുകൊണ്ട് തന്നെ മനസ്സിലായി അന്ന് നബി തങ്ങളുടെ കാലത്ത് പെണ്ണുങ്ങൾ ജമാഅത്തിന് വരാറില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേണ്ട വേണ്ട,
നീ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചോ. സലാത്തുക്കി ഫീ ഖഅരി ബൈതികി, നിന്റെ വീട്ടിന്റെ ഏറ്റവും ഉള്ളിൽ വെച്ച് നിസ്കരിക്കുക. ഖൈറും മിൻ സലാത്തികി ഫീ സുഫത്തി ബൈതികി, നിന്റെ വീട്ടിൽ തന്നെ പുറത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തിണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ല ബടാപ്പുറം പറയും, ഇവിടെ വടക്കോട്ടില്ലേ സൂഫ്, ബടാപ്പുറത്ത് വെച്ചിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ്. അവിടെ ബടാപ്പുറത്ത് വെച്ച് നിസ്കരിക്കൽ അതിന്റെ പുറത്ത് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചോ. മസ്ജിദുൻ നബവിയിൽ എത്രയാണ് പ്രതിഫലം? ഒരു നിസ്കാരത്തിന് മസ്ജിദുൻ നബവിയിൽ മറ്റ് പള്ളികളെക്കാൾ 10 ലക്ഷം പ്രതിഫലമുണ്ട്. മസ്ജിദുൻ നബവിയിൽ 10 ലക്ഷം പ്രതിഫലമുണ്ട്. ആ മസ്ജിദുൻ നബവിയിൽ ഇമാമായി നിസ്കരിക്കുന്നത് അന്ന് ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരൊറ്റ നിസ്കാരത്തിന് 10 ലക്ഷമോ 100 ലക്ഷമോ കണക്കാക്കാൻ പറ്റില്ല. റസൂലുള്ളാഹിയാണല്ലോ ഇമാമ്. അങ്ങനത്തെ നിസ്കാരത്തിന്റെ കൂലി കണക്കില്ല. അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളാണ്. അവര് പങ്കെടുക്കുന്ന ജമാഅത്തിന്റെ കൂലി എത്രയേ കണക്കാക്കാനാവില്ല. അങ്ങനെ 10 ലക്ഷമോ 15 ലക്ഷമോ 100 ലക്ഷമോ വരുന്ന പ്രതിഫലത്തെക്കാൾ പെണ്ണ് നിനക്ക് അകത്തു വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈറെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ അന്നും ഇന്നും എല്ലാം അവര് രംഗത്ത് ഇറങ്ങാതെ വഖർന ഫീ ബുയൂതികുന്ന, ഓ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ അടക്കി ഒതുക്കി ജീവിക്കുക. വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, നിങ്ങൾ ജാഹിലിയാക്കളെ പോലെ രംഗപ്രവേശനം ചെയ്യരുതേ, നിങ്ങളെ ഭംഗി പ്രദർശിപ്പിക്കരുതേ. യഥാർത്ഥത്തിൽ ഇപ്പോ ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ഫിത്നയാക്കുന്ന ഈ പുതിയ ആശയക്കാരും അതിന്റെ പ്രാസംഗകരും അതിന്റെ ലേഖനങ്ങളും സീഡികളും എഴുത്തുകളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ വഅദിനല്ല വരണ്ടാന്നായിരുന്നു ഞങ്ങൾ പെണ്ണുങ്ങളോട് പറയാം. അപ്പൊ ഈ വഅദിന് പെണ്ണുങ്ങൾ ദൂരെ വന്നിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അനുവദിക്കുന്നത് എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലും അനുവദിച്ചിട്ടുള്ളതാണ് വഅദിന് വരുന്നത്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ അടങ്ങി താമസിക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. ഇതിനെ കാറ്റിൽ പരത്തിക്കൊണ്ട് എല്ലാം സമമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അനുവദിക്കാൻ പറ്റില്ല. നമ്മൾ അനുവദിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ പള്ളികൾ അനുവദിക്കൂല. അവർക്ക് അല്ലാഹു തആല കൊടുത്ത ശ്രേഷ്ഠതയും അവർക്ക് കൊടുത്ത മഹത്വവും അങ്ങനെയാണ്. ആ മഹത്വം നമ്മൾ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അങ്ങനെ ചുരുക്കത്തിൽ സ്ത്രീകളെ പുരുഷന്മാരെ പോലെയാക്കണമെന്നും അതുപോലെ തന്നെ അവകാശം തുല്യമാക്കണമെന്നും തുടങ്ങി എത്രയോ തെറ്റായ വാദങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വഴിപഴിപ്പിക്കുന്നവർ. പക്ഷെ അവരൊന്നും നടന്നിട്ടും ജനങ്ങൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പിന്നിൽ നിന്ന് പോകുന്നത് വളരെ കുറവ് തന്നെ. പിന്നെ കുറച്ച് ദുന്യാവിന്റെ ആളുകളും കുറച്ച് പവറുള്ള ആളുകളും അവർക്കൊന്നും നോക്കാതെ ദീനില്ലാത്തവരൊക്കെ കുറച്ചൊക്കെ പോകുന്നു, അല്ലവർ പോകില്ല എന്ന് കണ്ടപ്പോ പിന്നെ ഉണ്ടാക്കിയ ഒരു പുതിയ സാധനമാണ് തബ്ലീഗ് ജമാഅത്ത്. അതാര് കണ്ടാലും ഉസ്താദ് എന്തിനാ നിങ്ങൾ അവരെന്തിനാ പറയുന്നത്? നല്ലോണം ധിക്കരിക്കുന്ന നമുക്ക് തുണി മുട്ടിന്റെ കുറച്ച് താഴോട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കുപ്പായം താഴോട്ടുണ്ടായാലും തുണി എന്തായാലും അവിടം വരെ ഉണ്ടാവുള്ളൂ. താടിയാണെങ്കിൽ ഒരു രോമവും തൊടൂല, നീരം തീരെ മുക്കൂല, ഇസ്തിരി വെക്കുകയുമില്ല. ഇത്രയും നല്ല സാധുക്കളെ നിങ്ങൾ എന്തിനാണ് ഈ ആക്ഷേപിക്കുന്നത് എന്ന് ചോദിക്കും. ഞങ്ങൾ അതിനൊന്നും ആക്ഷേപിക്കുന്നില്ല. താടി നീട്ടുന്നതിന് ആക്ഷേപിക്കുന്നില്ല, നീലമുക്കാത്തതിനെ എല്ലാം നീലമുക്കണമെന്ന് പറയുന്നില്ല, ഇസ്തിരി വെക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇസ്തിരി വെക്കുന്നവരെ നിസ്സാരപ്പെടുത്തുന്നവരെയാണ് ഞങ്ങൾ പറയുക. ഇസ്തിരി വെക്കുന്നവരെ നിസ്സാരപ്പെടുത്താൻ പറ്റൂല. ഇസ്തിരി വെക്കുകയും അലക്കുകയും
വസ്ത്രം നന്നായി ഇടുകയും ചെയ്യൽ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അള്ളാഹു തആല ഭംഗിയുള്ളവനാണ്, ഭംഗിനെ അള്ളാഹു ഇഷ്ടപ്പെടും. പക്ഷേ ഇസ്ലാം അനുവദിച്ച ഭംഗി. മാന്യമുഅ്മിനീങ്ങളെ, എന്നാൽ ഈ കക്ഷിയെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെ എതിർത്ത നിരോധിച്ച ഒരു സംഭവം മാത്രം ഞാൻ നിങ്ങളോട് സ്വാഭാവികമായി പറയട്ടെ. ഞങ്ങളത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ എന്തേ പറഞ്ഞു കൊടുക്കാതെന്ന് അള്ളാഹ് ചോദിച്ചാലോ. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത കാലത്ത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും എ കെ അബൂബക്കർ മുസ്ലിയാരും സദഖത്തുള്ള മുസ്ലിയാരും അവരൊക്കെ വലിയ അലിമീങ്ങൾ തന്നെയാണ്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അതുകൊണ്ട് പിരിഞ്ഞു എന്നേ ഉള്ളൂ. സദഖത്തുള്ള ഉസ്താദ് വലിയ ഉസ്താദ്, വലിയ പണ്ഡിതൻ, എന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. അങ്ങനെ ആ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരെല്ലാവരും ഇരുന്നു സമസ്തയുടെ മുശാവറ കൂടി ഉറുദു ഭാഷ അറിയുന്ന ആളുകളെ തെരഞ്ഞെടുത്തു. 5 പേരെ തെരഞ്ഞെടുത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പഠിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പഠിച്ച് കൊണ്ടുവന്ന് യോഗത്തിൽ വെച്ച് ഈ വിശ്വാസങ്ങളൊക്കെ ഇവർക്കുണ്ടെങ്കിൽ ഒരിക്കലും ഇവരെ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടതായി എണ്ണാൻ പറ്റില്ല എന്ന് ഇന്ന് തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ ഉണ്ടായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മർഹൂം. അദ്ദേഹം പറഞ്ഞു, ഉലമാക്കളുടെ അഭിപ്രായം തീർച്ചയായും ഞാൻ സ്വീകരിക്കുന്നു, പക്ഷെ എനിക്കൊരഭിപ്രായമുണ്ട്, ഇന്ന് നമ്മളത് പ്രഖ്യാപിക്കണ്ട, അതിന്റെ നേതാക്കളോട് എഴുതി ചോദിക്കാം, ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് വല്ല മറുപടി ഉണ്ടോ എന്നൊന്ന് എഴുതി ചോദിച്ചിട്ട് ശേഷം മറുപടിയില്ലെങ്കിൽ നമുക്ക് പ്രഖ്യാപിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ആലിമീങ്ങളും അത് സ്വീകരിച്ചു. അങ്ങനെ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾക്ക് കത്തെഴുതി, നിങ്ങളുടെ പുസ്തകങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ നിരവധി കാര്യങ്ങൾ കാണുന്നുണ്ട്, ഉദാഹരണ സഹിതം എഴുതി, നിങ്ങൾക്കെന്ത് പറയാനുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ മറുപടി പറഞ്ഞില്ല. അവർ അതിന് യാതൊരു മറുപടിയും പറയാത്തത് കൊണ്ട് രണ്ടാമത് രജിസ്റ്റർ കത്തയച്ചു. അതിന് മറുപടി വന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിൽ അവരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ്, നിങ്ങൾക്കങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വേറെ നേതാക്കളോട് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് കത്ത് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ പറയുന്നത് ഇവിടെ ഞങ്ങളിപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി, അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, മഹാനവരുകളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുമ്പോ വേറെ അപ്പുറം വേറെ ഉണ്ടാവും എന്ന് ആരെങ്കിലും കരുതണ്ട. എല്ലാവരും ഏകോപിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മ പരിശോധന നടത്തിയതിന്റെ ശേഷമാണ് തബ്ലീഗ് ജമാഅത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരായ ഒരുപാട് വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട വിശ്വാസം, പ്രധാനപ്പെട്ട 1-2 കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു തആല അതാ അദൃശ്യമായ അഗോചരമായ ഒരുപാട് സംഭവങ്ങൾ അറിയിച്ചു കൊടുത്തതായി പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇവര് പറയുന്നു, ഇൽമെ ഗൈബ് സേ മുറാദ്
इल्म हो तो वो इल्म कुत्ता और जानवर को भी है. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറഞ്ഞ കാര്യം അറിയും എന്നാണ് പറയുന്നതെങ്കിൽ അത് ഇവിടുത്തെ നായക്കും അറിയാം, ഇവിടുത്തെ പന്നിക്കും അറിയാം, ഇവിടുത്തെ മൃഗങ്ങൾക്കും അറിയാം. അതുപോലെയല്ലാതെ മുഹമ്മദ് നബിക്ക് യാതൊരു പ്രത്യേകതയുമില്ല. ഇനി എല്ലാ അറിവും എന്നാണ് പറയുന്നതെങ്കിൽ അത് അല്ലാഹുവിന്റെ അറിവാണ്, മറ്റൊരാൾക്കും അതില്ലാത്തതാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് അദൃശ്യ സംഭവം അറിയുമെന്ന് പറയാൻ പാടില്ല എന്ന് വളരെ സവിസ്തരം വിവരിച്ചുകൊണ്ട് ഇവിടെ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ ഹബീബ് എത്രയെത്ര വൈബുകളാണ് പറഞ്ഞത്. ബദർ യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ബദർ യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് അതാ മസ്റഉ അബീ ജഹ്ലിൻ, അതാ മസ്റഉ ഉത്ബത്ത, അതാ മസ്റഉ ശൈബത്ത, അബൂജഹൽ ചത്തു വീഴുന്ന സ്ഥലം ഇന്നതാണ്, ശൈബത്ത് ഇന്ന സ്ഥലത്താണ് വീഴുക എന്ന് തുടങ്ങി ഓരോ തുഫഗന്ധിയ നേതാക്കള് കൊല്ലപ്പെടുന്ന സ്ഥലം, അവര് വീണ് കിടക്കുന്ന സ്ഥലം വരെ നേരത്തെ തന്നെ പറയുകയും വലഖദ് റഅയ്തുഹും സർആ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ കണ്ടു എന്ന് മഹാന്മാരായ സ്വഹാബികൾ പറയുന്നു. ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഹാത്തിബ് ഇബ്നു അബീ ബൽതാത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കത്തുമായി ഒരു പെണ്ണിനെ പറഞ്ഞയച്ചു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അതാ പറയുന്നു, ഒരു കത്തുമായി പോകുന്ന ഒരു പെണ്ണുണ്ട്, അവൾ ഹാഹ് എന്ന് പറയുന്ന ഒരു തോട്ടത്തിലെത്തിയിട്ടുണ്ട്, ഉടനെ പോയി കത്ത് പിടിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഗൈബിയായ അറിവല്ലേ? അങ്ങനെ തുടങ്ങി സഹോദരന്മാരെ, ഖൈബർ യുദ്ധത്തിൽ ലഉതിയന്ന റഅയത ലിറജുലിൻ യുഹിബ്ബുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹ വറസൂലുഹു, നാളെ രാവിലെ ഞാൻ ഒരു വ്യക്തിക്ക് കൊടിയെടുത്തു കൊടുക്കും, അല്ലാഹു തആല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിനെ അദ്ദേഹവും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പറയുന്നു യഫ്തഹുല്ലാഹു ബിയദിഹി, അദ്ദേഹത്തിന്റെ കയ്യാലെ ഈ ഖൈബർ യുദ്ധം വിജയിക്കുക തന്നെ ചെയ്യും. ഇത് വരാൻ പോകുന്ന കാര്യം പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതാ ഖൈബറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഖദ് അലിമതു ഖൈബറു അന്നി മുറഹിബു ശാകിസ്സിലാഹി ബത്തലും മുജറബു ഇദൽ ഹുറൂബു അഖ്ബലത് തലഹബു എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടനായ മുറഹിബ് മുസ്ലിം സമുദായത്തെ വെല്ലുവിളിക്കുകയാണ്. ഖൈബറിന്റെ മണൽത്തരികൾ പോലും സാക്ഷിയാണ്, ഞാൻ യോദ്ധാവാണ്, ഞാൻ യുദ്ധശാലിയാണ്, ഞാൻ മുറഹിബാണ്, അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് വരൂ. എന്ന് പറഞ്ഞുകൊണ്ട് മുറഹിബ് എന്ന് പറയുന്ന ദുഷ്ടനായ യഹൂദി രണാങ്കണത്തിലിറങ്ങിയപ്പോൾ അംർ ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു അതാ ഇറങ്ങിക്കൊണ്ട് അതേ പദ്യം ചൊല്ലി ഖദ് അലിമത് ഖൈബറു അന്നി ആമിറു ശാകിസ്സിലാഹി ബത്തലും മുഗാമിറു ഇദൽ ഹുറൂബു അക്ബലത് തലഹബു. എടാ, നീ മുറഹിബാണെങ്കിൽ ഞാൻ ആമിറാണ്, ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് പോർക്കളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ സൂചന നൽകിപ്പോയിരുന്നു ആമിർ മരണപ്പെട്ടു പോകുമെന്ന്. ആ കാരണത്താൽ ആമിർ ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം കയ്യിലുള്ള വാൾ അല്പം നീളം കുറഞ്ഞതായതുകൊണ്ട്
ആ വാള് കൊണ്ട് വെട്ടിയ വെട്ട് സ്വന്തം കാലിന്റെ മുട്ടിൽ തട്ടുകയും അവിടുന്ന് മരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. ഞാൻ നീണ്ട ചരിത്രം ചുരുക്കി പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ രണാങ്കണത്തിലേക്ക് ചാടിയപ്പോൾ നേരത്തെ വിജയം നേടിയ മുറഹിബ് എന്ന ദുഷ്ടനായ യഹൂദി അവന്റെ പാട്ട് പാടിക്കൊണ്ട് അതാ രംഗത്ത് വരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതൊരു മറുപടിയായി പറഞ്ഞു, അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ കലൈസി ഗാബാത്തിൻ കരീഹിൽ മൻളറ وفيكم بالصاع كيل الصندرا. എടോ ഇങ്ങോട്ട് വാ, ഞാൻ സിംഹക്കുട്ടിയാണ്, ധൈര്യമുണ്ടെങ്കിൽ വന്നോ, ഞാൻ നിനക്ക് ശരിക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയും അങ്ങനെ അതാ മുറഹിബിനെ വെട്ടി നുറുക്കി കട്ടമാക്കി കളയുകയും ഖൈബറിൽ എന്ന തോട്ടം തന്നെ ഒന്നായി ഇസ്ലാമിന്റെ അധീനത്തിലേക്ക് കൊടുത്തുകൊണ്ട് ജൂതന്മാര് ഓടിയ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അതാ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിന്റെ കൈകൊണ്ട് ഈ യുദ്ധം വിജയിക്കുമെന്ന് റസൂലുള്ള നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ നേരത്തെ തന്നെ റസൂലുള്ള പറഞ്ഞ 100 സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ എന്റെ വഅദ് നിർത്തുകയാണ് സഹോദരന്മാരെ. എന്നിട്ട് അതിനെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് ഗൈബ് വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, ഇവിടത്തെ നായക്കും പന്നിക്കും പൂച്ചക്കും ഉള്ളതുപോലെയുള്ള അറിവ് മാത്രമാണ് മുഹമ്മദ് നബിക്കുള്ളത് എന്ന് പറയാൻ അവർ മടി കാണിച്ചിട്ടില്ല കേട്ടോ. ആ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് തബ്ലീഗ് ജമാഅത്ത്, നിങ്ങൾക്ക് സംശയം വേണ്ട. ഈ വടകരയിൽ വെച്ച് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇ കെ അബൂ ഹസൻ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയ ആളുകളും ഞാനും അക്കൂട്ടത്തിൽ ബുക്ക് മറച്ചു കൊടുക്കുന്ന ആളായിട്ട് ഞാനുണ്ട്. വടകരയിൽ വെച്ച് ഒരു ലോഡ്ജിന്റെ ഉള്ളിൽ വെച്ച് വാദപ്രതിവാദം നടത്തി തബ്ലീഗുകാരുമായിട്ട്. അന്ന് തബ്ലീഗിന്റെ ഭാഗത്ത് ഒന്നാമത്തെ ആളായി വന്നിട്ടുള്ള ആളാണ് ഇപ്പോൾ മംഗലാപുരം ഖാദി എന്ന് പറയുന്ന താക്ക അഹമ്മദ് മുസ്ലിയാർ. തബ്ലീഗ് ജമാഅത്തിന്റെ ഒന്നാമത്തെ ആളായിട്ട് വന്ന ആളാണ്. അങ്ങനെ വാദപ്രതിവാദം കഴിഞ്ഞു, എല്ലാം സമ്മതിച്ചു, മുഴുവൻ സമ്മതിച്ച് നമ്മൾ പറയുന്നത് ശരിയാണ്, മറ്റേത് തെറ്റാണ്. ഒപ്പിടാൻ പറഞ്ഞപ്പം പറഞ്ഞു ഞങ്ങൾ തബ്ലീഗിന്റെ പ്രതിനിധികളായിട്ട് വന്നതല്ല. അപ്പൊ ഇക്കെ പറഞ്ഞു തബ്ലീഗിന്റെ പ്രതിനിധികളായിട്ട് വന്നതല്ല, എങ്കിലും ഞങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടു എന്നൊപ്പിടുക എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടരാ ചുരുക്കത്തില് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് ആലിമീങ്ങൾ പറയുന്നത് കേട്ട് സ്വീകരിച്ച് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നത്, അവര് കാണിച്ചു തന്നത് നാം എല്ലാവരും സ്വീകരിക്കുക, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. എന്നാൽ നമുക്ക് രക്ഷയുണ്ട്. മുൻഗാമികൾ പറയുന്നത് സ്വീകരിക്കുക. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാം ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാം ഇന്ന ലനാ من العناية ركنا غير منهدم ومن تكن برسول الله نصرته إن تلقه الأسد
ഫീ അജാമിഹാ തജ്മി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അതാ തന്റെ ബുർദയിൽ പറഞ്ഞ ഒരു വരികളാണ് നിങ്ങൾ കേട്ടത്. നമുക്ക് പേടിക്കണ്ട, നമുക്ക് അഭയസ്ഥാനമുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബായ അഭയസ്ഥാനം നമുക്കുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബുർദയിൽ പറഞ്ഞു. ബുർദ എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഇപ്പൊ ചെല്ലുന്നതാണ്. ആ ബുർദന്റെ മഹാത്മ്യം എല്ലാ ലോകവും സമ്മതിച്ചിട്ടുണ്ട്. അമീറു ശുഅറാ എന്ന് അറിയപ്പെടുന്ന ഷൗക്കി, അഹ്മദ് ഷൗക്കി, എല്ലാ കവിതകളെയും ഉണ്ടാക്കിയവരുടെ നേതാവ് അമീറു ശുഅറാ എന്ന് പറയുന്ന അഹ്മദ് ഷൗക്കി പറഞ്ഞു, അൽ മാദിഹൂന വഅർബാബുൽ ഹവാ തബഉൻ ലിസാഹിബിൽ ബുർദത്തിൽ ഫൈഹാഇ ദിൽ ഖദമി മദീഹുഹു ഫീക ഹുബ്ബുൽ ഖാലിസുൻ വഹവാ വസാദിഖുൽ ഹുബ്ബി യുംലി സാദിഖൽ കലിമി. അല്ലാഹു യശ്ഹദു അന്നി ലാ ഉആരിദുഹു മൻ ദാ യുആരിദു സൗബൽ ആരിദിൽ അലിമി വഇന്നമാ അന ബഅദുൽ ഗാബിതീന വമൻ യഗ്ബിത് വലിയക ലാ യുദ്മം വലാ യുലമി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി വലിയാണ് എന്ന് അഹ്മദ് ഷൗക്കി സയ്യിദ് ശുഅറാ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ശുഅറാ കവിയായ അഹ്മദ് ഷൗക്കി പറയുന്നു. ഇമാം ബൂസീരി പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി മദീഹുഹു ഫീക ഹുബ്ബുൽ ഖാലിസുൻ ഹവാ വസാദിഖുൽ ഹുബ്ബി യുംലി സാദിഖൽ കലിമി. നല്ല ഹുബ്ബുള്ളവന്റെ വാക്കിൽ നിന്ന് നല്ലത് മാത്രമേ വരികയുള്ളൂ. നല്ല ഹുബ്ബ് ഉള്ളവന്റെ വാക്കിൽ നല്ലതേ വരുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ വലിയ ഹുബ്ബുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അഖില ലോകത്തിനും നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തു. ആ മദ്ഹ് ചെയ്തത് അതിനോട് ഞങ്ങളാരും കടപിടിക്കില്ല. ആരാണ് പറയുന്നത്? അമീറു ശുഅറാ എന്ന പേരിൽ ലോകം പ്രസിദ്ധനായ അഹ്മദ് ഷൗക്കി, ഷൗക്കിയാത്ത് അഹ്മദ് ഷൗക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളും ബൈത്തുകളുമുണ്ട്. ഇന്ന് PhD ഡോക്ടർമാരാകുന്ന പലരും ഷൗക്കിയുടെ ബൈത്ത് ഉദ്ധരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഡോക്ടറേറ്റിന് എഴുതാറുണ്ട്. അത്രയും സുപ്രസിദ്ധനായ അമീറു ശുഅറാ അഹ്മദ് ഷൗക്കിയാണ് ഇമാം ബൂസീരി തങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. അവിടെ ഏറ്റവും വലിയ രണ്ട് പ്രധാനമായ കാര്യം ഇതാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത് തന്നെ, രണ്ടാമത് പറഞ്ഞത് ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയോടുള്ള ഒരു ഹിബുത്തത്ത്, അവിടത്തെ നല്ല പ്രവൃത്തിയെ പോലെ ചെയ്യണമെന്നൊരു ചെറിയ ആഗ്രഹമുള്ളവനാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ വലിയായ ആ ഇമാം ബൂസീരിയെ പോലുള്ള ആളുകളോട് ഹിബത്തത്ത് വെക്കുന്നവൻ, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും വഴിവെച്ചു പോവുകയില്ല എന്നും ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങളെ സംബന്ധിച്ച് അഹ്മദ് ഷൗക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇമാം ബൂസീരി പറഞ്ഞ ബുർദയുടെ അവസാനത്തെ ഭാഗം യാ അക്രമൽ ഖൽഖി മലി മൻ നലൂദു ബിഹി എന്ന വാക്യം അത് ശിർക്കാകുന്നു എന്ന് ഇവിടുത്തെ തബ്ലീഗുകാരന്റെ നിരവധി ഗ്രന്ഥങ്ങളിലുണ്ട്. ഇവിടുത്തെ മുജാഹിദിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, ഇവിടുത്തെ മൗദൂദികളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക പണ്ഡിതന്മാര് മുഴുവനും അത് അംഗീകരിക്കുന്നതാണ്. ബുർദ അംഗീകരിക്കാത്ത ഒരു പണ്ഡിതനും ഇവിടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. മദീന മുനവ്വറയിൽ ആ ബുർദ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 1968
74 എല്ലാം ഞാൻ മദീനത്ത് പോയപ്പോൾ ആ ബുർദയുടെ ബൈത്ത് അവിടെ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് എടുക്കപ്പെട്ട് മാറ്റപ്പെട്ടു പോയി. എന്നാലും ആ ബൈത്തുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടാവുന്ന ഒരു ബൈത്ത് ഇപ്പോഴും മദീന മുനവ്വറയില് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വീട്ടിന്റെ കവാടത്തിൽ വാതിലിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത്രയും വലിയ ഒരു ബൈത്ത്. ആ ബൈത്ത് മാത്രം മതി ബുർദ ഒട്ടാകൻ. എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവര് എടുത്തു കളഞ്ഞ ഒരു ബൈത്ത് ഉണ്ട്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. കണ്ടോ? ഹുവൽ ഹബീബ്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്, മുഅ്മിനീങ്ങളുടെ ഹബീബാണ്, എല്ലാ മുഅ്മിനിന്റെയും ഹബീബാണ്. തുർജാ ശഫാഅതുഹു, അവിടുത്തെ ശഫാഅത്ത് ആഗ്രഹിക്കപ്പെടുന്നു. എവിടെ? ആഖിറത്തിൽ മാത്രമല്ല, ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിബി, എല്ലാ ഭയങ്കരവും ഭയാനകവുമായ ഏത് ഘട്ടത്തിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ഉണ്ട്. അത് തന്നെയാണ് നേരത്തെ ഞാൻ ചൊല്ലിയ ഒരു ബൈത്ത്. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജമിഹാ തജ്മീൻ. അള്ളാഹുവിന്റെ ഹബീബിലൂടെ നിനക്ക് സഹായം ലഭിക്കപ്പെടുന്നുവെങ്കിൽ നിന്നിലേക്ക് കരടിയും സിംഹവും പുലിയും ചാടി വന്നാലും നീ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിനക്ക് വിഷമമുണ്ടാവുകയില്ല, നിന്നെ അവർക്ക് പിടിക്കാനൊക്കില്ല എന്ന് അത്രയും സിംഹത്തിന്റെയും കരടിയുടെയും മുഴുവൻ സാധനത്തിന്റെയും മുമ്പിൽ അതാ വിജയിക്കാൻ കഴിയും. എന്തിനാണ് പറയുന്നത്? മുത്തബിഉ സുന്നത്തായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പലപ്പോഴും തന്റെ വീട്ടിൽ നിന്ന് സിംഹത്തിനെ വിളിക്കുകയും കാട്ടിലുള്ള സിംഹം ഓടി വന്നുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ വീട്ടിന്റെ മുമ്പിൽ മുട്ടുകുത്തി ഇരുന്ന് കൊടുത്തിട്ട് ആ സിംഹത്തിന്റെ മുകളിൽ യാത്ര ചെയ്ത് എവിടെയെല്ലാം പോകണമോ അവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് സ്വന്തം വീട്ടിലതാ ഇറക്കിക്കൊടുക്കുന്നു. ആര്? പുലി വന്നു എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ജനങ്ങളും പേടിക്കുന്ന ഈ പുലി പ്രിയപ്പെട്ട മുഅ്മിനെ സംശയം വേണ്ട, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകളാണത്. അതുകൊണ്ട് ആ കറാമത്ത് കാണിക്കുന്ന ഔലിയാക്കൾ, ആ മഹാന്മാരായ സഹാബികളും താബീകളും ഔലിയാക്കളും ആയ മഹത്തുക്കൾ, അവരുടെ മാർഗം സ്വീകരിക്കുക. അവരെ മാർഗം സ്വീകരിച്ചാൽ അവരെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈമാൻ രക്ഷപ്പെടും, സലാമത്താകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം അതിവിടെ നിലനിൽക്കണം. അതിന് സാധുക്കളായ ഞങ്ങൾക്ക് അറിയുന്നത് പഠിച്ചത് പറയുന്നു. ഇതിനാര് ആരോപിച്ചാലും ആര് തെറ്റ് പറഞ്ഞാലും ഞങ്ങൾ അതിനൊന്നും ചെവിക്കൊള്ളാതെ, നേരത്തെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ വഅക്റഹു അൻ അകൂന ലഹു മുജീബ. വെടികൾ എല്ലാ കുറ്റങ്ങളും കുറവുകളും ചെറുതും വലുതുമായി കള്ളത്തരങ്ങൾ വെച്ചുകെട്ടി ഇങ്ങനെ പറയുന്നു. വഅക്റഹു അൻ അകൂന ലഹു മുജീബ. നമ്മൾ അത് എണ്ണി മറുപടി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മുടെ പ്രവർത്തനം നിങ്ങൾ ചിന്തിക്കൂ. ഈ നാദാപുരത്തും പരിസരത്തും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രവർത്തനം, എന്നെ ഒരു പേരിന് പ്രസിഡന്റ് എന്ന് വെച്ചത് ശരി തന്നെ. ആവശ്യമുള്ളവർക്കൊക്കെ എന്നെ കൊണ്ടാവുന്ന വാക്കുകൊണ്ടുള്ള സഹായം ചെയ്യാറുമുണ്ട്. അല്ലാതെ മറ്റുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാൻ എനിക്ക് സമയമല്ല, ഞാൻ ചെയ്തു കൊടുക്കാറുമില്ല. കാരണം മർക്കസ് സഖാഫത്ത് സിന്ധിയ തന്നെ അതിനേക്കാളും വലിയ മല പോലെ ആണ്. ഞാൻ കൊടുക്കാനുള്ള ആളുകൾ ഇവിടെ തന്നെ പണ്ട് ഈ സദസ്സിന് ഞാൻ അവരെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ പൈസ കൊടുക്കാനുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ തന്നെ കയറി വരുമ്പോ വൈക്കലും ഇവിടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ ചോദിച്ചുകൂടുക എന്നുള്ള പേടിയാ. പക്ഷെ അവര് ക്ഷമയോടുകൂടി അവർക്ക് ആവശ്യമുണ്ടായിട്ടും ചോദിക്കാതെ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും സഹായിക്കാറില്ല. എങ്കിലും എന്റെ ഒരു മാനസികമായ സപ്പോർട്ടും സഹായവും ഉണ്ട് എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ആ കഠിനമായ അധ്വാനം കൊണ്ട് നിങ്ങൾ കണ്ണു തുറന്ന് ചിന്തിക്കണം, എന്താണ് ഇവിടെ തെറ്റ് ചെയ്തത്. ഇവിടെ 2500-ലധികം കുട്ടികൾ പഠിക്കുന്ന നല്ല ഒരു സ്കൂൾ. ആ കുട്ടികൾ വെറും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല പഠിക്കുന്നത്, അവർക്ക് മതചിട്ടയും ജമാഅത്തായി നിസ്കരിക്കാനുള്ള കൃത്യനിഷ്ഠയും മതബോധവും പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകൾ നടത്തുന്നത്. വെറും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം പഠിപ്പിക്കുന്ന സ്കൂളല്ല നമ്മുടെ സ്കൂള്. ആ സ്കൂള് തീർച്ചയായും മതബോധം നൽകുന്ന സ്കൂളാണ്. കുട്ടികളെ അള്ളാഹുവിനെ പേടിയുള്ളവരാക്കുന്ന സ്കൂളുകളാണ്. അങ്ങനെ നാദാപുരത്തും പാറക്കടവിലും പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം പഠിപ്പിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കൂ, എത്രയുണ്ട്. ആ കുട്ടികൾ ഏകദേശം ഒരു 25,000-ഓളം കുട്ടികൾ ഇപ്പോൾ എന്റെ ഒരു ചെറിയ കണക്ക് പ്രകാരം സിറാജുൽ ഹുദയുടെ കീഴിൽ നടക്കുന്നു. സിറാജുൽ ഹുദ തന്നെ, നാദാപുരത്തും സിറാജുൽ ഹുദ തന്നെ, അതുപോലെ കുറ്റ്യാടിയിലും സിറാജുൽ ഹുദ തന്നെ, എല്ലാ സ്ഥലത്തും സിറാജുൽ ഹുദ തന്നെ. അതുപോലെ മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ എത്ര സ്ഥലത്ത് നടക്കുന്നു. കാശ്മീരിലും ഒരു മർക്കസ് തന്നെ, കോഴിക്കോട്ടും മർക്കസ് തന്നെ, എല്ലാ സ്ഥലത്തും മർക്കസ് തന്നെ. മർക്കസിന്റെ കീഴിൽ ഇങ്ങനെ നടക്കുകയാണ് ആ മർക്കസിന്റെ ഓരോ സ്ഥാപനങ്ങൾ. അതുപോലെ ഇത് സിറാജുൽ ഹുദ തന്നെയാണ്. അത് സമ്മതം ചോദിക്കേണ്ടതില്ല, എങ്കിലും മതപരി വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. നിങ്ങളെ പഠിപ്പിക്കാൻ അങ്ങനെ ചോദിക്കാണ്ട് ചെയ്യരുത് എന്ന് ആ നിലക്ക് ചോദിച്ചു. അത് സിറാജുൽ ഹുദ തന്നെ. ഈ സിറാജുൽ ഹുദയുടെ കീഴിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഈ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്കൂൾ ഉണ്ടാക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും മദ്രസ ഉണ്ടാക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് അധ്യാപകരെ വെച്ചിട്ട് പഠിപ്പിക്കാൻ കഴിയുമോ? അത് കഴിയില്ല. എന്നാൽ അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഇവിടെ ഉണ്ടാക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരല്പം വെള്ളമൊന്നങ്ങോട്ട് ഒലിച്ചു പോയാൽ അപ്പോഴേക്ക് പരാതിയായില്ലേ? ഒന്ന് മൂത്രിച്ചു പോയാൽ പരാതിയായില്ലേ? തുപ്പിപ്പോയാൽ പരാതിയായില്ലേ? അങ്ങനെ എത്രയെത്ര പരാതി. നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പരാതി, അയൽവാസികളുടെ ഭാഗത്തു നിന്ന് പരാതി. ആ പരാതി ഒരിക്കലും ഇല്ലാത്ത വിഷയം കൊണ്ടുള്ള പരാതി ഉണ്ടാവും, ചെയ്തു കൊടുക്കേണ്ട പരാതി ഉണ്ടാവും. ചെയ്തു കൊടുക്കേണ്ടത് ചെയ്യാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഇങ്ങനെ എത്രയെത്ര പരാതികളും എത്രയെത്ര ബുദ്ധിമുട്ടുകളും ഉണ്ട് സഹോദരങ്ങളെ. അതെല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ ഇത് സ്ഥാപിക്കുന്നത് നമ്മുടെ നാട്ടിനു വേണ്ടിയാണ്, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, സ്വന്തം കുടുംബത്തിലേക്കല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മർക്കസ് സഖാഫത്തി സുന്നിയ ഇപ്പോൾ 100 ഏക്കർ സ്ഥലം, 100-ലധികം ഏക്കർ സ്ഥലം വാങ്ങി നോളേജ് സിറ്റി ആരംഭിച്ചു. എന്തിനാണത്? ഞങ്ങൾക്ക് പോയി കിടക്കാനല്ല. നിങ്ങൾ ചിന്തിക്കുക, അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ ലോ കോളേജ്, അതിനിപ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. ലോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അടുത്ത ദിവസം ആ കുട്ടികളെ അവിടെ ചേർക്കുകയാണ്. ലോ കോളേജ് അഡ്വക്കറ്റുമാരാകുന്ന ആളുകൾ. ഞാൻ ഇവിടുത്തെ അഡ്വക്കറ്റുമാരെ കുറ്റം പറയുകയല്ല, ഇവിടുത്തെ ലോ കോളേജിനെ കുറ്റം പറയുകയല്ല. പക്ഷേ പല ലോ കോളേജുകളിലും അത്
ഇസ്ലാമുമായി ബന്ധമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോ കോളേജ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾക്ക് ഇസ്ലാമിന്റെ ബന്ധമുണ്ടാകും. അവർക്ക് നിസ്കാരം പഠിപ്പിക്കും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും, ദീനിന്റെ ട്രെയിനിങ് കൊടുക്കും. ആ ലോ കോളേജ് നമുക്ക് പാസ്സായി കഴിഞ്ഞു. യുനാനി മെഡിക്കൽ കോളേജ് കേരളത്തിൽ ആദ്യമായി മർക്കസ് തഖാഫത്ത് സുന്നിയക്ക് പാസ്സായി കഴിഞ്ഞു. യുനാനി ആസ്പത്രിയല്ല, യുനാനി മെഡിക്കൽ കോളേജ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിൽ ആദ്യമായി നമുക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു താൽക്കാലിക കെട്ടിടത്തിൽ. അതിന്റെ കെട്ടിടത്തിന്റെ പ്രവൃത്തി ചെറിയ നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് വേണം, നമുക്ക് മറ്റു പല സ്ഥാപനങ്ങളും വേണം. അതിന് ഞങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് അത് സ്ഥാപിച്ചു. എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞങ്ങൾക്ക് കടം തന്നോൽക്കേ ആ ബുദ്ധിമുട്ട് കുറച്ച് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് കടം തള്ള പറയാളുണ്ടല്ലോ, അവർക്ക് വേഗം മനസ്സിലാവും ഈ ബുദ്ധിമുട്ട്. ഫോൺ ചെയ്യും, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കറിയാം കാര്യത, അത് പക്ഷെ ചോദിക്കൂല, അവര് ചോദിക്കൂല. ചോദിക്കാണ്ട് സുഖം തന്നെയല്ലേ, ഇൻഷാ അല്ലാഹ് അടുത്ത് ശരിയാവട്ടോ എന്ന് ഞാൻ അങ്ങോട്ട് പറയൂ. ഈ അടുത്ത് പിന്നെ ആവുന്നില്ല, കൊടുക്കാൻ കഴിയണ്ടേ. അപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ മർക്കത്തിൽ വരും, കുറേ നേരം നിന്ന് ഒരുപാട് തിരക്കിന്റെ ഇടയിൽ അസ്സലാമു അലൈക്കും സുഖം തന്നെയല്ലേ, ഇൻഷാ അല്ലാഹ് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ പറഞ്ഞേക്കും. അപ്പോഴും ഒന്നും പറയില്ല. അങ്ങനെ പറയാത്ത എത്രയെത്ര ആളുകൾ നമുക്ക് കടം തരുന്നവരുണ്ട്, അവർക്കൊക്കെ എപ്പോഴും കൊടുക്കാനുണ്ട്. അപ്പൊ അവർക്ക് മാത്രം ഞങ്ങളെ ബുദ്ധിമുട്ട് കുറച്ചൊക്കെ അറിയാം, അല്ലാത്തവർക്കൊന്നും ആ ബുദ്ധിമുട്ട് അറിയൂല. കാറിലല്ലേ, ഭയങ്കര കാറിലല്ലേ ഓടുന്നത്. അടുത്തവനെ കാറിന് സ്പീഡില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മഗ്രിബിന്റെ തൊട്ട് മുമ്പ്, കുറച്ചു മുമ്പാണ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത്. മഗ്രിബിന് ചെമ്പാട് എത്തണമെന്ന് ഉദ്ദേശിച്ചാ പോകുന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് നമ്മളെ TPK മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് അല്ലാഹു തആല ഖബറിനെ സ്വർഗ്ഗതപ്പായി കൊടുക്കട്ടെ. മിനിയാന്ന് മർക്കസിൽ വന്ന് ദ്വാരന്ന് മന്ത്രിച്ച് എല്ലാം പോന്ന ആളാണ്. ഇന്ന് സിറാജുൽ ഹുദയിൽ പോയി ജുമാ നിസ്കരിച്ച ആളാണ്. അദ്ദേഹം നമുക്ക് ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സലാലയിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു, മർക്കത്തിന് വേണ്ടി പ്രവർത്തിച്ചു, എല്ലാം ചെയ്ത ആളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പോ അവിടെ പോയി നേരം വൈകി പിന്നെ റോട്ടുമിലെ കൂടി ഓടാൻ കഴിയോ? എങ്ങനെയോ ഓടി ചെമ്പാട് ചെന്നപ്പോ അവിടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാളുണ്ട്. അയാളെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിക്കണമെന്ന് അങ്ങോട്ട് പോയി. പിന്നെ വന്ന് അപ്പോ ഒരുപാട് സയ്യിദന്മാരും ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഏതായാലും വെറും 30 മിനിറ്റ് മാത്രം ഞാൻ അവിടെ പ്രസംഗിച്ചു, സംസാരിച്ചു. ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് വന്ന് എത്ര സമയം കൊണ്ടാണ് അവിടുന്ന് ഇവിടെ എത്തിയത്? അത് കാറില്ലെങ്കിൽ എത്താൻ കഴിയൂലല്ലോ. അതുകൊണ്ട് കാറിലോട് ഞങ്ങൾ ബേജാറാകട്ടെ. നാളെ മുതൽക്ക് നിങ്ങൾക്കൊക്കെ ഓടാം, എല്ലാവർക്കും ഓടാവുന്നതാണ് റോഡും കാറുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് നല്ലത് മാത്രം പറയാനും നല്ലത് ചിന്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പെട്ടിന്റെ കാര്യം ഞാനിപ്പോ പ്രത്യേകം ചോദിക്കണില്ല, അതെല്ലാവരും അത് തന്നോളൂ. ഇനി കുറച്ച് പെട്ടിയല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ആണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. അതിപ്പോ എളുപ്പത്തിൽ തരൂ, സിമന്റും കമ്പിയും. ഒരു ലോഡ് പൂഴി കൊടുക്കാൻ ആരുണ്ടോ? പോലീസ് പിടിക്കൊന്നുമില്ല, കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കൂല. നിയമവിധേയമായി കൊടുക്കാം എന്നാണ് അതിന്റെ മാന. വല്ലാത്ത വീര്യ പൂഴിക്ക്. നിങ്ങൾ എഴുതി, സിമന്റ് എഴുതി ആദ്യം. ബിസ്മില്ല. ഷൗക്കത്തെ അവിടെ ആരുണ്ടോ നോക്കി. അല്ലാ, ഷൗക്കത്ത് പടച്ചോനെ. ഷൗക്കത്ത് നമ്മളെ ഷഹർ മുബാറക്കിന് പ്രദർശനമുണ്ട്,
6-ാം തീയതി തിങ്കളാഴ്ച മർക്കത്തിൽ അതിന് 25,000 കുപ്പി വെള്ളം കൊടുക്കാൻ ഷൗക്കത്ത് വാങ്ങി തന്നിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. ഉമ്മന്റെ അസുഖം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. വേറെ ആള് നമുക്ക് 50,000 കുപ്പി തന്നിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിനും ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. പിന്നെ ആരെ ഒന്ന് പറഞ്ഞ അവിടുന്ന് ഇപ്പോ കാസിം ഫോൺ നമ്പറുണ്ട് ഇവിടെ. 50 ചാക്ക് സിമന്റ്. അല്ലാഹു അക്ബർ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ പേര്? സൂപ്പി തോട്ടത്തിൽ 10,000 ഉറുപ്പ്യാന്ന് തോന്നുന്നുണ്ട്. എണ്ണിയൊക്കെ 10 അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല യാത്രയെല്ലാം എളുപ്പമായി കൊടുക്കട്ടെ. ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ആമീൻ ആമീൻ. മരിച്ച ഉപ്പക്കും ഉമ്മക്കും ദ്വാരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിമന്റ് വാങ്ങാൻ ഒരാള് 500 ഉറുപ്പിക. അല്ലാഹു അദ്ദേഹത്തിന് ഖൈർ ചെയ്യട്ടെ. ഉമ്മ